സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ +2 ബാച്ച് 2000-2002 സയൻസ് ബാച്ചിലാണ് അന്ന് രഞ്ജിത പ്രവേശനം നേടിയത്. ഇതായിരുന്നു ക്ലാസ് റൂം. ഇന്നത് കെമിസ്ട്രി ലാബാണ്. രഞ്ജിതയുടെ ക്ലാസ് ടീച്ചറായിരുന്ന അന്നമ്മ രഞ്ജിനി ചെറിയാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആളിനെ കൃത്യമായി ടീച്ചറുടെ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഫോട്ടോയിലെ ചിരി ആണ് നമുക്ക് കൃത്യമായിട്ട് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ക്ലാസ്സിൽ നമ്മൾ കാണുന്ന മുഴുവൻ സമയവും രഞ്ജിത ഈ ചിരിയായിരുന്നു. അതാണ് 25 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നത്. ചിരി മനസ്സിൽ നിന്നും മായുന്നില്ല. ഒരിക്കലും നമുക്കത് മറക്കാൻ, പ്രത്യേകിച്ച് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം അന്നത്തെ കുഞ്ഞുങ്ങളോട് നമുക്കുമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് തിരിച്ചുമുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്കത് മറക്കാൻ സാധിക്കുകയില്ല. ഈ അപകട വാർത്ത ടീച്ചർ എങ്ങനെയാണ് ടെലിവിഷനിൽ കണ്ടാണോ അറിയുന്നത്, രഞ്ജിതയെ കൂടിയുള്ള ഒരു അപകടം എന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ 5:30 മണിക്ക് വർത്തമാനം പറയുമ്പോഴാണ് ഒരാൾ എന്നോട് പറയുന്നത് തിരുവല്ല സ്വദേശിനിയാണ് എന്ന് പറഞ്ഞു. ആദ്യം ഉച്ചയ്ക്ക് പത്തനംതിട്ടയിൽ നിന്ന് കേട്ടു. തിരുവല്ല സ്വദേശിനിയാണെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അത്രയും ഗൗരവത്തോടെ എന്നെ എടുത്തില്ല. മകൾ ഇവിടെ OEM സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് ബോട്ടണി പഠിപ്പിച്ചിരുന്ന ബിൻസി ടീച്ചർ എനിക്ക് മെസ്സേജ് ഇട്ടു. അതോടൊപ്പം ജയകൃഷ്ണൻ, അന്ന് ആ ബാച്ചിലുണ്ടാകും, ജയകൃഷ്ണൻ്റെ പെങ്ങൾ ഇവിടുത്തെ അധ്യാപികയുമായ കവിത എനിക്ക് മെസ്സേജ് ഇട്ടു. അന്നേരമാണ് നമുക്ക് നമ്മുടെ കുട്ടിയാണല്ലോ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിവസാർ കൂടി ചേർന്നുണ്ട്. 2014 ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു ആദ്യത്തെ ബാച്ചിൻ്റെ. അതെ, 2014 നമ്മുടെ ഈ സയൻസ് കൊമേഴ്സ് ഫുൾ കുട്ടികൾ അടങ്ങുന്ന ബാച്ചിലെ ഒരു 10-25 കുട്ടികളോളം അടങ്ങുന്ന ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അതിൽ സജീവമായിട്ട് രഞ്ജിത ആദ്യം മുതൽ പങ്കെടുക്കുകയും വളരെ പ്രസന്നവതിയായിട്ട് കാണുന്ന രഞ്ജിതയാണ്. ആ വർഷവും അതുപോലെ തന്നെ പ്രസരപ്പോടുകൂടി നമ്മുടെ എല്ലാ പരിപാടികളിലുമൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ ഉച്ചഭക്ഷണത്തോടുകൂടി ആണ് പിരിഞ്ഞത്. ആ ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ മായത നിൽക്കുന്നു. അന്നത്തെ രൂപത്തിനൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സജീവത, അതുപോലെ നല്ല ചുറുചുറുക്കോടുകൂടി എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന രഞ്ജിതയെ ഇന്നും ഞങ്ങൾ മറക്കാതെ, ഞങ്ങളുടെ മനസ്സിൽ മായാതെ ഇന്നും നിൽക്കുന്നു. ഈ 2014 കൂടിക്കാഴ്ചയിൽ ജസ്റ്റ് ടീച്ചർ ഉണ്ടായിരുന്നല്ലോ. ആ ഫോട്ടോസ് ഇന്നലെ നിങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ വീണ്ടും വന്നു. കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ക്ലാസ്സിൽ. ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചിട്ടില്ല, എങ്കിലും ഞങ്ങളന്ന് സയൻസ് കൊമേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് 2 അല്ല 1 ആയിരുന്നു. അപ്പോൾ ഈ സയൻസിലെ കുട്ടികളുമായിട്ട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അവളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. വലിയൊരു വേദനയാണ്. നേരിട്ട് എങ്ങനെയെങ്കിലും പരിചയമുണ്ടോ? ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല. നല്ല ഓർമ്മകളുണ്ട്. ഫോട്ടോ കണ്ടിരുന്നോ? തീർച്ചയായിട്ടും നല്ല വിഷമമാണ് ആ കാര്യത്തിൽ. രഞ്ജിതയെ ഐഡൻറ്റിഫൈ ചെയ്ത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട ടീച്ചറാണല്ലേ? എൻ്റെ സഹോദരൻ്റെ കൂടെ പഠിച്ചതാണ്. അവരിവിടെ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ബാച്ചാണ്. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ. ഇപ്പോഴും നാട്ടിൽ വന്നാൽ ഇവർ കാണുകയും കണ്ടില്ലെങ്കിലും പരസ്പരം മണിക്കൂറുകൾ കളിച്ചിരി വഴക്കുണ്ടാക്കി വർത്തമാനം പറയുകയൊക്കെ ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുത്തുള്ളൊരു കുട്ടിയാണ് മരിച്ചതെന്ന് അറിയുമ്പോഴും ഓർക്കുന്നില്ല അവളാണെന്ന്. അപ്പോഴാണ് ഈ ഫോട്ടോ കണ്ടതും ഞാൻ അവനെ വിളിക്കുമ്പോഴും അവനിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രമേൽ അടുപ്പമായിരുന്നു ഇവരില്ല. എൻ്റെ അമ്മ ഇവിടുത്തെ ടീച്ചറായിരുന്നു. അപ്പം അമ്മ ഇത് കഴിഞ്ഞപ്പം പറയുന്നു, അവൾ കളിച്ചുകൊണ്ട് ഇതിലെ ഓടി നടക്കുന്നതാണ് ഓർമ്മ വരുന്നത്, അല്ല അവളെ ഇങ്ങനെയൊന്നും കാണുന്ന പോലും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഒത്തിരി ചിരിച്ച് അവൾ ഒത്തിരി സന്തോഷിച്ചു. അതായിരിക്കാം നമുക്കിപ്പോൾ അവളെ ഓർത്ത് കരയേണ്ടി വന്നത്. ഒന്നിച്ചു പഠിച്ചവർ ഒരു ദീർഘകാല ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോഴുള്ള ആ കൂടിക്കാഴ്ചയുടെ മധുരം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു വല്ലാത്ത നോസ്റ്റാൾജിക് ഫീലാണ്. അങ്ങനെ 2014 ഇവർ ഒന്നിച്ചു പഠിച്ചവർ വീണ്ടും ഈ സ്കൂൾ മുറ്റത്ത് തന്നെ കണ്ടിരുന്നു. അതിനുശേഷവും സമൂഹ മാധ്യമങ്ങൾ വഴി മിക്കപ്പോഴും ബന്ധപ്പെടാറുണ്ടായിരുന്നു. രഞ്ജിതയുടെ മരണം നിങ്ങളെ സംബന്ധിച്ച് സഹപാഠി, ഏറ്റവും അടുത്ത സ്നേഹിത ഒരാളാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ രഞ്ജിതയെ പറ്റി നമുക്ക് നല്ല ഓർമ്മകളേ ഉള്ളൂ. ഞങ്ങളുടെ ബാച്ച് 2000-2002 ബാച്ചാണ് ഇവിടുത്തെ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. ആ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് 2 സയൻസ് ബാച്ചും 1 കൊമേഴ്സും. പക്ഷേ ഈ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന പിള്ളേർ ഒരു ഭയങ്കര ഇൻ്റലക്ച്വൽ പിള്ളേരെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് സ്റ്റുഡൻസ് ആയിരുന്നു നമ്മുടെ ബാച്ചിൽ കൂടുതലുണ്ടായിരുന്നത്. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ബാക്കി വിഷയങ്ങളിലും ഏകദേശം ഒരേ നിലവാരത്തിൽ പോകുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് നമുക്കിടെ വലിയ ഗ്യാപ്പുകളൊന്നുമില്ല. പിന്നെ രഞ്ജിതയുടെയൊക്കെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ
നമ്മൾ കാണുന്ന ഫോട്ടോ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെയായിരുന്നു അവൾ ഈ വരാന്തയിലൊക്കെ ഓടി നടന്നുകൊണ്ടിരുന്നത്. ചില പിള്ളേരുണ്ടല്ലോ, എല്ലാ ബാച്ചിലും കയറി ഇറങ്ങി എല്ലാവരുമായിട്ടും സൗഹൃദം ഉണ്ടാക്കി നടക്കുന്ന ഒരു പ്രകൃതം. അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു രഞ്ജിത. ഇപ്പോൾ രഞ്ജിത അവൾ 40ാമത്തെ വയസ്സിൽ നമ്മുടെ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങളൊക്കെ ഒരു 65ഓ 70ഓ വയസ്സിൽ വരെ പോയാൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ബന്ധങ്ങളും അത്രയ്ക്കും നല്ല ഓർമ്മകളും ഈ 40 വയസ്സിനകം അവൾ സമ്പാദിച്ചുകൊണ്ടാണ് പോയേക്കുന്നത്. ഞങ്ങളുടെ ബാച്ചിൽ ആർക്കും അവളെ രഞ്ജിത എന്ന് പറയുന്ന പേരുകൊണ്ട് ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട വിഷയം വരുന്നില്ല. അവളെ റീകളക്ട് ചെയ്യും. ആ ഒരു പ്രകൃതമായിരുന്നു പുള്ളിക്കാരി. ഈ 2014 കൂട്ടായ്മയ്ക്ക് ശേഷം കൂടുതൽ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരമായിരിക്കും സ്വാഭാവികമായി ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് ശേഷം സംഭവിക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ റീയൂണിയനായിട്ട് നടന്നില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാതെ തന്നെ ഇൻഡിവിജ്വലി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ചെയ്തു തരാമെന്നുള്ള രീതിയിൽ എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ആ ബാച്ചിൽ ഉള്ളൂ. എന്നാൽ അതിൽ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ലെങ്കിലും നമുക്ക് പേഴ്സണലി എന്താ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റി എന്താ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരാളായിരുന്നു. പിന്നെ 2023 എനിക്ക് വന്നു UK പോകുന്നതിന് മുമ്പ് വരെ നിരന്തരം നാട്ടിൽ വന്നാലും വിളിക്കും, എന്തോ എവിടെയാണെന്ന് ചോദിച്ച് വിളിക്കുന്ന ഒരാളായിരുന്നു. അപ്പം പെട്ടെന്ന് ഇത് നമുക്ക് കേൾക്കുമ്പം വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. 2014 ശേഷവും നിങ്ങൾ കുറച്ച് പേരുകൾ ഇവിടെ കൂടിയിരുന്നല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രഞ്ജിതയുടെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ചിരിച്ച മുഖത്തോടെ അല്ലാതെ ആളെ കണ്ടിട്ടില്ല. ഒരു രഞ്ജിത എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ബാച്ചിലെ നല്ല +2സിലെ മൊത്തം ആൾക്കാർക്കും രഞ്ജിതയെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ആൾക്കൊരു ഗവൺമെൻറ് ജോലി കഴിഞ്ഞ അതിൻ്റെ ഒരു സന്തോഷത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട് എനിക്ക് സെറ്റാക്കണം, കോന്നിയിലൊരു വീടുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ ആയിട്ട് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീടുണ്ടായിരുന്നു. അപ്പോൾ അത് വിൽക്കാൻ പോകുന്നു, അതിനെ സഹായിക്കണം, ഞാൻ എൻ്റെ പരിചയക്കാരോടൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഈ തൊട്ടടുത്ത വീടിനോട് സമീപത്തുള്ള വീട് കംപ്ലീറ്റ് ചെയ്യണം, നാട്ടിൽ വന്ന് സെറ്റാവണം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പോയതാണ്. പക്ഷേ ഇപ്പം ഇന്നലെ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ നമുക്കൊരു സഹിക്കാൻ പറ്റുന്ന ഒരു വാർത്തയല്ലായിരുന്നു. മലയാളിയാണെന്നറിയുമ്പം നമ്മുടെ ഒരു ബാച്ചായിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഒരു ദുഃഖത്തിലാണ്. നമ്മുടെ രഞ്ജിതയെ പോലെ തന്നെ മറ്റ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഇത് അവളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്കൊരു ഷോക്കിംഗ് ന്യൂസായിരുന്നു. ഇന്നലെ ഗ്രൂപ്പിൽ തന്നെ അതൊരു വലിയൊരു കടലായിരുന്നു. അത് നമുക്കൊന്നും അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അവളുടെ വിയോഗം. പഴയ കൂടിക്കാഴ്ചയുടെ ഫോട്ടോസ് ഇന്നലെ വീണ്ടും കണ്ടു. അതെ, അത് 2014 ശരിക്കും ഓഗസ്റ്റ് 8 അല്ലെ ഓഗസ്റ്റ് 9 പിറ്റേഴ്സ് എൻ്റെ കല്യാണമായിരുന്നു, ഓഗസ്റ്റ് 10. അപ്പം അതിന് മുമ്പായിട്ടാണ് ഈ സംഭവം. അന്ന് നമ്മൾ അതും എടുപിടിയും നടത്തിയ, പക്ഷെ ഒരു ഫോൺ കോൾ, അന്ന് എനിക്കൊന്നും ഫോൺ നമ്പർ പോലും ഇല്ല, അവിടെ കോണ്ടാക്ട് പോലും ഇല്ല. എന്നിട്ടും ഒരു പ്രാവശ്യം വിളിച്ചു. അന്നേരം തന്നെ ഒരു ആൾക്കാർക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ഇവിടുത്തെ സുഹൃത്തുക്കൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കളെ സഹായിക്കാനും അവൾ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ കൂടി ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു മനസ്സ്. ഒപ്പം പഠിച്ചവരല്ലാത്തവർക്ക് പോലും രഞ്ജിത എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആ ചിരി മനസ്സിലേക്ക് ഓടി വരുന്നു. അത്ര നിറചിരി സമ്മാനിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കിയത് രഞ്ജിത എന്നുള്ളതാണ് അധ്യാപകരും സഹപാഠികളും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആ നിറചിരിയായിരിക്കും ഇനി അവരുടെ ജീവിതത്തിലൊക്കെ തന്നെ രഞ്ജിത എന്നുള്ള പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മയിൽ വരുമ്പോൾ നിറഞ്ഞു നിൽക്കുക. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.